നിങ്ങൾ ഈ വണ്ടി നിങ്ങൾ തന്നെ വണ്ടി ഓടിക്കാറിയാൻ നേരം ഓടിച്ചു നോക്കണം മേളിൽ താഴോട്ട്. അതായത് മുകളിൽ നിന്ന് വരുമ്പോൾ ഈ കയറ്റം കയറി ഇറങ്ങി വരുന്നിടത്ത് അവിടെ ഒന്നും കുഴപ്പമില്ല. ഈ കയറ്റം കയറി വരുമ്പോൾ ജംഗ്ഷനോട് അടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബേക്കറി, നൈസ് ബേക്കറി മുതൽ മുകളിലോട്ട് ഒരു ഓട്ടോ സ്റ്റാൻഡും ഒരു കാർ പാർക്കും ഉണ്ട്. അപ്പൊ അവിടുന്ന് ഓടിച്ചു വരുന്ന ആളിന് സ്വാഭാവികമായിട്ടും വണ്ടി വലത്തോട്ട് പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. പിടിച്ചു വരുമ്പോൾ അവരെ തെറ്റു പറയാൻ പറ്റത്തില്ല. ഈ റോഡ് പണിതയുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗം, ഈ പോലീസ് വണ്ടി കിടക്കുന്ന കുഞ്ഞുങ്ങൾ അപകടപ്പെട്ട ഈ സ്ഥലത്ത് നോക്കുക. ഈ സൈഡ് നമ്മൾ നിൽക്കുന്ന ഭാഗം ഇത് യെല്ലോ വൈറ്റ് ലൈനാണ്. ഇതാണ് റോഡ് തുടങ്ങുന്നത്. ഇതിന്റെ ഡിവൈഡ് ചെയ്യുന്ന നടുവിലത്തെ സ്റ്റഡും ലൈൻ ഉണ്ടല്ലോ, നടുവിലത്തെ ഡിവൈഡിംഗ് ലൈൻ, ആ ലൈനും തമ്മിൽ വളരെ സ്ഥലം കുറവാണ്. ഒരു വണ്ടിക്ക് പോകാനുള്ള വഴിയുള്ളൂ. എന്നാൽ മറുവശത്ത് 2 വണ്ടിക്ക് പോകാനുള്ള സ്ഥലമുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് വരുന്ന ഡ്രൈവർ സെൻട്രൽ ലൈൻ പിടിക്കുമ്പോൾ വണ്ടി വലത്തോട്ട് കയറി വരും. അങ്ങനെ വലത്തോട്ട് കയറി വന്ന വണ്ടിയുടെ ബാക്കാണ് ഈ ബസ്സിൽ ലോറി തട്ടുകയും ലോറി അങ്ങോട്ട് പോയി കുഞ്ഞുങ്ങളെ ഇടിക്കുകയും മറിയുകയും ചെയ്തത്. അപ്പൊ ഈ സൈഡിൽ, ഈ പാലക്കാട് നിന്ന് കോഴിക്കോടേക്ക് വരുന്ന ഈ സൈഡിൽ വീതി കുറവാണ്. നിങ്ങളത് ക്യാമറ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത് 2 സൈഡ് അത് കൃത്യമാണ്. അങ്ങനെ വരുമ്പോൾ വണ്ടി വലത്തോട്ട് പിരിയും. അപ്പൊ നമ്മൾ ആദ്യം ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ഈ മാർക്കിനെ മാറ്റിക്കൊണ്ട് ഒരു 2 മീറ്റർ അങ്ങോട്ട് മാറ്റി നടുവിലൂടെ ഡിവൈഡർ വയ്ക്കുകയും ആ ഓട്ടോ സ്റ്റാൻഡിനെ ഇടതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി കുറച്ചുകൂടി ആ വശം ചേർന്ന് വരും. പിന്നെ തെന്നി വരുന്നു എന്നുള്ള പ്രശ്നമാണ്. അതിനെ ഇത് ചിപ്പ് ചെയ്യുകയും അടിസ്ഥാനപരമായി ഇതിനൊരു പരിഹാരം വേണം, ഒരു സ്ഥിരമായ പരിഹാരം. അതിനു വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരെ വിളിക്കുകയും PWD മിനിസ്റ്ററും കൂടെ നമ്മൾ സംസാരിച്ചതിന് ശേഷം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും കൂടി ചൊവ്വാഴ്ച, അവരെ അസൗകര്യം ഉണ്ടെങ്കിൽ പറ്റത്തില്ല, അവരെ വിളിക്കാൻ തീരുമാനിച്ചത് ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞിട്ടാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കമുള്ളവരെ തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് അവർ ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടും. മുമ്പ് തന്നെ നമ്മുടെ ശാന്തകുമാരി, ഇവിടുത്തെ MLA, മാഡത്തിന്റെ ഒരു പരാതി 2021 ജൂലൈ മാസത്തിലാണ്. അത് മുൻ മന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ ഒരു സന്ദർശനം നടത്തിയിട്ടുണ്ട്, MLAയും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റെല്ലാവരും ചേർന്നിട്ട്. അപ്പൊ അന്ന് പറഞ്ഞ ശുപാർശകളൊന്നും തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി അംഗീകരിച്ചിട്ടില്ല. അപ്പൊ ഇപ്പോൾ അവരെ വിളിക്കുകയാണ്. അവര് ചെയ്യേണ്ടതാണ്. അവർ ചെയ്ത കൺസ്ട്രക്ഷന്റെ അപാകതയാണ്. അപ്പൊ അതവർ പരിഹരിക്കാൻ വിദഗ്ധരുടെ അഭിപ്രായം, നാട്ടുകാരുടെ അഭിപ്രായം കൂടി മാനിച്ച് ഈ നാട്ടുകാർ ഇവിടെ ഉന്നയിക്കുന്ന പല വിഷയങ്ങളുണ്ട്. ഇതും കൂടി ചേർത്ത് ഒരു ചർച്ചയാണ്. ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തും. അതിന് പണം അനുവദിക്കും. അവർ പണം അനുവദിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട. സംസ്ഥാന സർക്കാരിന്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നും ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ പണം അനുവദിച്ചു തരും. ഇതിനെക്കുറിച്ച് ഇനി യാതൊരു വിവാദത്തിനും വഴിയില്ല. ഹൈവേ ആണ് ചെയ്യേണ്ടത്. ഹൈവേ, അതിനൊരു മാറ്റമില്ല. ഹൈവേയുടെ ശ്രദ്ധയിൽ ഇന്ന് തന്നെ ശ്രീ കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ, കൃഷ്ണൻകുട്ടി സാർ, അദ്ദേഹം കളക്ടറേറ്റിൽ ഒരു യോഗം ചേർന്ന് അതിൽ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ഞാൻ അവരോട് ആവശ്യപ്പെടും. അവരത് അംഗീകരിച്ചില്ലെങ്കിൽ, പണമില്ല എന്ന് വല്ലതും പറയുകയാണെങ്കിൽ അടിയന്തരമായി റോഡ് സേഫ്റ്റി അതോറിറ്റി യോഗം ചേർന്ന് പണം ഇവിടെ മാത്രമല്ല, ഇവിടെയും മുണ്ടൂര് ഞാൻ മടങ്ങി വരുന്ന വഴിക്ക് അവരുടെ ജനങ്ങളുടെ ഒരു പരാതി ഉണ്ടായിരുന്നു. അവിടെ ഒരു റൌണ്ട് ആക്കണം എന്നൊക്കെയാണ്. അത് KSTP റോഡാണ് ഒരു വശത്തുള്ളത്. അക്കാര്യത്തിൽ റിയാസ് മിനിസ്റ്ററുമായിട്ട് കൊണ്ടുവന്ന് ആലോചിച്ചിട്ട് അവർക്ക് ഫണ്ടുണ്ടെങ്കിൽ അവർ റൌണ്ട് ചെയ്യും. ആ റൌണ്ടാണോ ചെയ്യേണ്ടതെന്ന് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ നാളെയും മറ്റന്നാളുമായിട്ട് അവർ പരിശോധിക്കാൻ നിർദ്ദേശം കൊടുക്കണം. അവർ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, നാട്ടുകാർ ബന്ധപ്പെട്ടവരെയുമായി ബന്ധപ്പെട്ടു അവർ പരിശോധിച്ചിട്ട് അവർ തരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവിടെ റൌണ്ട് വേണമെങ്കിൽ റൌണ്ട്. ഒരു സിഗ്നൽ ലൈറ്റിനെ പറ്റി, പക്ഷേ സിഗ്നൽ ലൈറ്റ് അവർക്ക് താല്പര്യമില്ല. സിഗ്നൽ ലൈറ്റ് വയ്ക്കുന്നതോടെ വീണ്ടും യാത്രയിൽ ഒരുപാട് കാലതാമസം വരും.